വെൽക്കം ടു ആനസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒലിവിയ ഡിസൈൻസിനെ പറ്റി പറയാനാണ് കേട്ടോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒലിവിയ ഡിസൈൻസിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് പൂർണ്ണമായിട്ടും, അതായത് നേരത്തെ നമ്മൾ ഒലിവിയ ഡിസൈൻസിന്റെ ഓൺലൈൻ ഷോപ്പിംഗ് നിർത്തി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ഓഫീസും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇന്ന് ഇപ്പൊ അത് പൂർണ്ണമായിട്ടും നിർത്തിയിരിക്കുകയാണ്. അവർ നിർത്തി എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പൊ ഇവരിത് കരയുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ അവര് ഈ രീതിയിൽ ഒന്ന് മൂവ് ചെയ്ത് നോക്കുകയാണ്. കാരണം ഇതിനു മുന്നേ പയറ്റിയ അടവുകളൊന്നും തന്നെ ഇപ്പൊ ഫലിക്കാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. ഈ ഇടയ്ക്ക് നമ്മുടെ കടൽ മച്ചാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൺമണിയെയും അതുപോലെ തന്നെ സൂരജ് പാലക്കാരൻ, നമ്മുടെ ട്രൂ ടിവിയിലെ സൂരജ് പാലക്കാരൻ ചെയ്ത വീഡിയോസിന് ഒരു കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ടൊക്കെ ഇവരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചീറ്റിപ്പോയി. അതുപോലെ തന്നെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന മേഖലകളിലെല്ലാം ഇവര് പൈസ കൊടുത്ത് സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് ഇവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇവര് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു മേഖല ഇവിടെ ഉണ്ട്. അവര് നിരന്തരം വീഡിയോസ് ഇട്ട വഴിയാണ് ഇവർ ഇത്രയും ഇത്രയും മോശമായ രീതിയിൽ ഇവരുടെ ഒരു പബ്ലിസിറ്റി പോയത്. ഇവര് പബ്ലിസിറ്റി കൂടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോശമായ രീതിയിലായി പോയി എന്ന് മാത്രം. ഇവർ ഉദ്ദേശിക്കുന്നതിലും കൂടുതലായിട്ട് ഈ പ്രശ്നം ആളിക്കത്തിയത് ആ ഒരു ഏരിയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവർ ഇപ്പോ അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് യൂട്യൂബിൽ ആദ്യം വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ വന്നിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് താങ്ക്സ്, അതായത് ഈ കേരളത്തിൽ മൊത്തം അറിയിച്ചു കൊടുത്തതിനൊക്കെ പറഞ്ഞ ഭയങ്കര താങ്ക്സ് പറഞ്ഞ ചേച്ചി ഇന്ന് വന്നിട്ട് കരയാണ് ചെയ്തത് നിങ്ങൾ വീഡിയോ ചെയ്തതിനെതിരെ. ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ചേച്ചി, ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുറെ പെൺകുട്ടികൾ കുറച്ചു ദിവസം മുന്നേ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ വന്ന് നിന്നപ്പോ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ കൊണ്ട് അവരെ കൂവിപ്പിച്ചു. ഇവര് വന്നു നിന്ന് എന്തിനാണ്? ഇവര് ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയും അവര് പൈസ കൊടുത്ത് വാങ്ങിച്ച അവരുടെ ഫോണും നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിക്കാനാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികളെ കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കൂവി വിളിപ്പിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയില്ല ഇവരുടെ വിഷമം എന്താണെന്ന്. ഇവരുടെ വിഷമം നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ കണ്ണീര് കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല. നിങ്ങൾ ആദ്യം പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള പൈസ ഫോണും കൊടുക്ക്. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ്. അവരെന്തായാലും നിങ്ങൾ അവിടെ വന്ന് വെറുതെ നിന്നപ്പോ നിങ്ങൾ കൊടുത്ത പൈസയല്ല. അവർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങിക്കൊടുത്ത ഫോണല്ല. അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, അവരുടെ പൈസ കൊടുത്ത് മാല പണയം വെച്ചും മാല വിറ്റും അല്ലെങ്കിൽ വീട്ടുകാരുടെ നിന്നും അവര് വാങ്ങിച്ച ഫോണ്, ഇതൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 60 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ നിങ്ങളുടെ ഒരു റൂൾസ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ഉണ്ടെന്നിരിക്കെ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നിങ്ങൾക്ക് 30 ദിവസം കഴിയുമ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ നിങ്ങൾ എത്രയോ വീഡിയോസ് ഇടുന്നവരാണ്, നിങ്ങൾക്ക് അതിനെല്ലാം സമയമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരിങ്ങോട്ട് വിളിച്ച് ചോദിച്ചാലിരിക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ചിട്ട് നിങ്ങൾ 30 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ ഫോണും നിങ്ങളുടെ പൈസ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നും വാങ്ങിക്കൊണ്ട് പോവാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ ആ പൈസയും ഫോണും കൊടുത്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ഇല്ലാതെ ഒരാളും അയാളുടെ 10-25,000 രൂപയും, അല്ലെങ്കിൽ പോട്ടെ 10-25,000 പോട്ടെ, നമ്മൾ ഉണ്ടാക്കുന്ന 2,000 രൂപ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. പൈസ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത ഓരോ പെൺകുട്ടികളും നിങ്ങൾ പറഞ്ഞതുപോലെ പൈസ ഇല്ലാത്ത, ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളാണ്. അപ്പൊ അവരെന്തായാലും 2,000 രൂപ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ആ കാലാവധി കഴിയുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കും, മേഡം എന്റെ പൈസ തരണ്ടേ, പൈസ തരേണ്ട സമയമായില്ലേ എന്ന് ഉറപ്പായിട്ട് ചോദിക്കും. അതിന്റെ കൂടെയാണ് 25,000 ഫോണും പിന്നെ അവരുടെ മുദ്രപത്രവും. നിങ്ങൾ ഇവിടെ പലിശക്ക് കൊടുത്തോണ്ടിരുന്നതാണോ മുദ്രപത്രമൊക്കെ വാങ്ങിച്ചിട്ട്? എത്രയോ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നു. കേരളത്തിൽ പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തിട്ടുള്ള ആദ്യത്തെ സ്ഥാപനമൊന്നും അല്ല ഒലിവിയ ഡിസൈൻസ്. കേരളത്തിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളും വലിയ സ്ത്രീകളും ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പറ്റിയൊന്നും എന്താണ് ഈ അലിഗേഷൻസും കാര്യങ്ങളൊന്നും വരാത്തത്? അവരൊന്നും ആരോടും പറയാത്തുണ്ടോ? അവരവർ സഹിച്ചിരിക്കുന്നുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ഈ പുറമേ കാണിക്കുന്ന വീഡിയോസിലൂടെ കൊടുക്കുന്ന സ്വാതന്ത്ര്യം ഒന്നും ചിലപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും കൊടുക്കുന്നില്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും നിങ്ങൾ സഹോദരിമാരെ പോലെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് 2-3 മാസത്തിൽ കൂടുതൽ ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കാത്തത്? സാധാരണ മിനിമം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച്
അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവൾക്ക് നല്ല കംഫർട്ടബിൾ ആണ്, അവൾക്ക് കുറച്ച് ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് അത്യാവശ്യം സാലറി ഉണ്ട് എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏത് പെൺകുട്ടിയാണ് അവിടെ ജോലി ചെയ്യേണ്ട എന്ന് ആഗ്രഹിക്കുന്നത്? കാരണം ഒരുപാട് മോശമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും 100% അവരവിടെ നിന്ന് വർക്ക് ചെയ്യണം എന്ന് മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. കാരണം നിങ്ങൾ പുറത്തു വിടുന്ന വീഡിയോസ് അനുസരിച്ചാണ് നിങ്ങൾ അതിനുള്ളിൽ പ്രവർത്തിച്ചത് എന്നെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനെതിരെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു അലിഗേഷൻ വരില്ലായിരുന്നു. നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു പെൺകുട്ടികളും 2-3 മാസം കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോകില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെയുണ്ട് നിങ്ങൾ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. നിങ്ങളിപ്പോ പറയുന്നുണ്ട് കുറെ ആൾക്കാർ അവർക്കിപ്പോ ഒന്നും അറിയില്ല, മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട്. നിങ്ങളിപ്പോ കണ്ണടച്ചിരുട്ടാക്കാൻ നോക്കണ്ട. ഇപ്പൊ എല്ലാവർക്കും വളരെ വ്യക്തമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഓരോ വീഡിയോസിലും ആൾക്കാർ വന്ന് പറയുന്നത് മാത്രമല്ല, ഈ മിക്ക ആളുകളും കുറേയധികം എവിഡൻസോടുകൂടിയാണ്, ഓരോ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേയധികം കാര്യങ്ങളോട് കൂടിയാണ് ഇത് പുറത്തു വിടുന്നത്. അതും പോരാഞ്ഞിട്ട് അവിടെ നിന്ന് ജോലി ചെയ്ത വർക്ക് ചെയ്ത പെൺകുട്ടികള് നിങ്ങളുടെ വീട്ടിൽ മുന്നിൽ വരെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവർക്ക് അത്രയും പേടിയില്ലാതെ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർ പറഞ്ഞു. അപ്പൊ നിങ്ങളാണ് പേടിച്ചകത്ത് കയറിയിരുന്നത്. അന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇറങ്ങി വന്നിട്ട് ആ പെൺകുട്ടികളോട് പറഞ്ഞുകൂടാ? നിങ്ങൾക്ക് മാന്യമായിട്ട് സംസാരിക്കാറുണ്ടല്ലോ. നിങ്ങൾ ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്യാതെ എന്താ ചെയ്തേ? നിങ്ങളുടെ സ്ഥാപനത്തിൽ അന്നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറെ പേരെ കൊണ്ട് നിങ്ങളിട്ട് കൂകിച്ചു. അപ്പോഴത്തേനും ഒരുവിധം ആൾക്കാർക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിന്നവർക്ക് പോലും മനസ്സിലായി നിങ്ങൾ എന്താണ് എന്നുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്താനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചെയ്ത പരിപാടിക്ക് നിങ്ങളോട് എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറഞ്ഞു യൂട്യൂബിൽ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്നവരെ നിങ്ങൾ മീഡിയക്കാരും യൂട്യൂബേഴ്സും ചേർന്നിട്ട് ബാക്കിയുള്ളവരും ചേർന്നിട്ട് അങ്ങ് ഒറ്റപ്പെടുത്തി ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ചെയ്ത പ്രവൃത്തിക്ക് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പിന്നെ കേരളത്തിൽ സ്ഥാപനം നടത്തുന്ന എല്ലാവരും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ വിചാരിക്കും പോലെ കേരളത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു സ്ഥാപനം മാത്രമല്ല ഒലിവിയ ഡിസൈൻസ്. കേരളത്തിൽ അന്തസ്സായിട്ട് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വളർന്നു വരുന്ന വുമൻസിന് ജോലി കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിങ്ങൾ ഈ പറഞ്ഞ 18 മുതൽ 25, 24, 28 വയസ്സ് വരെ ഒന്നും പ്രായമല്ല. ഒരു 10 പേര് നിങ്ങൾക്കെതിരെ മുന്നോട്ട് വരുമ്പോൾ ഒരാളെങ്കിലും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ലത് പറയാൻ ആരെങ്കിലും ഒരാൾ വരട്ടെ. ഇതിപ്പോ നിങ്ങൾ തന്നെ മാറി തിരിഞ്ഞു വന്ന് കമന്റ് ഇടുന്നതല്ലാതെ ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ ഒരു മനുഷ്യനും രംഗത്ത് വരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പൈസ കൊടുത്തിട്ട് ആരെങ്കിലും കൊണ്ടൊക്കെ വിളിപ്പിക്കണം. കടൽ മച്ചാനൊക്കെ എന്തിന്റെ പണിയായിരുന്നു ഈ കൺമണിയെയും അതുപോലെ തന്നെ വീഡിയോ ചെയ്ത സൂരജ് പാലാക്കാരൻ, അതായത് ട്രൂ ടിവിയുടെ സൂരജ് പാലാക്കാരനെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ഒത്തുതീർപ്പിനൊക്കെ നിൽക്കാൻ എങ്ങനെ തോന്നി എന്നുള്ളതാണ്. കാരണം കടൽ മച്ചാനെയൊക്കെ പോലുള്ള ഒരാളെന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നും മുകളിലേക്ക് വന്ന ഒരാളാണ്. അപ്പം അയാൾക്ക് എന്തായാലും പാവപ്പെട്ടവരുടെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ, സാധാരണ പെൺകുട്ടികളുടെ കാര്യം മനസ്സിലാക്കേണ്ട ഒരാളാണ്. അവർക്ക് വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചിട്ട് ഈ പെൺകുട്ടികൾക്ക് നേരെ നിൽക്കേണ്ട എന്ത് ആവശ്യമാണുള്ളത്? നിങ്ങൾക്കുണ്ടല്ലോ ഒരു പെങ്ങള്. നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടിയെ പറഞ്ഞയക്കുവോ? ഒരിക്കലും വിടില്ല. ഇങ്ങനെ വാഗോണ്ട് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും, ഒരിക്കലും നിങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. എന്നിട്ടാണ് നിങ്ങൾ പൈസയും വാങ്ങിച്ചോണ്ട് ഈ പരിപാടി ചെയ്യുന്നത്. അത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ കടൽ മച്ചാൻ മാറി കരമച്ചാനായപ്പോ സാധാരണക്കാരെ മനസ്സിലാക്കാൻ പറ്റാതായോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ഇതായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചേച്ചി പറഞ്ഞതുപോലെ ചേച്ചിയുടെ പേരിൽ പ്രത്യേകിച്ച് പെറ്റി കേസുകളും കാര്യങ്ങളും ഒന്നുമില്ല. ഏതോ കൊച്ചു പിള്ളേർ വന്ന് പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒരു പരാതി കൊടുത്തു, ചേച്ചി പോയി അത് വളരെ ക്ലിയർ ആയിട്ട് ആ പരാതി അന്നേരം നിന്ന് അവിടെ വെച്ച് കഴിച്ചു. അത്രയും കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ. അല്ലാതെ പിന്നെ ഇതിപ്പോ 1ാം ക്ലാസ്സിലെ പിള്ളേർ എന്നെ അടുത്തിരുന്ന കൊച്ചു പിച്ചി, അപ്പൊ ഞാൻ പോയിട്ട് ഹെഡ്മിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ഹെഡ്മിസ്റ്റർ ആളെ വെച്ച് 2 അടി കൊടുത്തു വിട്ടു. അതാണ് അതുപോലെയാണ് ചേച്ചി ഈ കാര്യം പറഞ്ഞത് കേട്ടോ. ചേച്ചിയുടെ പേരിലുള്ള നേരത്തെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവിടെ സ്റ്റാഫിനെ അടിച്ചു എന്നുള്ള പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തെ ഇത്രയും ലഘൂകരിച്ച് എങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതോ കൊച്ചു പിള്ളേർ വന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തപ്പോൾ ഞാൻ അവിടെ പോയത് അപ്പോഴേ ക്ലിയർ ചെയ്തു. അല്ലാതെ എന്റെ പേര് പറ്റി കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. കൊല്ലുന്നത് മാത്രമൊന്നുമല്ല, ഭാര്യയും അമ്മയെ കൊല്ലുന്നത് മാത്രമൊന്നുമല്ല ക്രൈമായിട്ടുള്ളത്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു ക്രൈമാണ്. ഒരാളുടെ അനുവാദം കൂടാതെ അയാളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്നത് ഒരു ക്രൈം തന്നെയാണ്. ചേച്ചി പറയുന്നത് കൊല്ലും കൊലയും നടത്തുന്നവർ മാത്രമേ ഉള്ളൂ
ഈ തെറ്റ് ചെയ്യുന്നവർ, ബാക്കി എല്ലാവരും വളരെ വിശുദ്ധന്മാരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ആർക്കും ഒന്നും ഇപ്പോഴും അറിയില്ല, എല്ലാവരും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന അച്ചു ചേച്ചിയാണ് നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും നിങ്ങളുടെ സ്ഥാപനം പൂട്ടണമെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എങ്കിലും നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു പോയ പെൺകുട്ടികൾക്ക് അവർ കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പ് കൊണ്ട് ഉണ്ടാക്കിയ പൈസ, ആ പൈസയും അവര് വാങ്ങിച്ചിട്ടുള്ള ഫോണും അവർക്ക് തിരികെ കൊടുക്കണമെന്ന് മാത്രമേ എല്ലാവരും പറഞ്ഞുള്ളൂ. ഏതൊരാളുടെ വീഡിയോ എടുത്താലും അത് തന്നെ പറയുന്നുള്ളൂ. പിന്നെ അവരോട് മോശമായി പെരുമാറി എന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ ഒലിവിയ ഡിസൈൻസിന്റെ ഓണർ സിബി, അവരോട് മോശമായിട്ട് സെക്ഷൽ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തീർച്ചയായിട്ടും അദ്ദേഹം അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയുക തന്നെ വേണം. അതൊക്കെ എല്ലാ വീഡിയോസിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം നിങ്ങളുടെ സ്ഥാപനം പൂട്ടിയതും സ്ഥാപനം പൂട്ടാതിരിക്കുന്നതും നിങ്ങളുടെ കരച്ചിലും കണ്ണീരും ഒക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ആണ്. ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥാപനം പൂട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ നേരായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞ കണക്ക് നിങ്ങളുടെ കുട്ടി 12 വയസ്സായി നിങ്ങൾ വളർന്നു വരുന്ന കണക്ക് ഓരോ വീട്ടിലെയും പെൺകുട്ടികളാണ്, അവരും വളർന്നു വന്ന പെൺകുട്ടികളാണ് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വന്ന് ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നത്. അതും മനസ്സിലാക്കണം. നിങ്ങൾ അവരോട് ചെയ്ത മോശമായ പരിപാടികളാണ് അവരിപ്പോൾ പുറം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നേരത്തെ നിങ്ങൾക്ക് ഒരു കുട്ടിയുണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഇത്രയും വരില്ലായിരുന്നു. അപ്പൊ നിങ്ങളതൊന്നും ചിന്തിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെയും വളർത്തിയെടുക്കണം. നിങ്ങൾ റേറ്റ് കുറച്ച് കുറത്തി കൊടുക്കുമ്പോൾ ഒരുപാട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്ന് മാത്രമേ നിങ്ങൾ ചിന്തിച്ചോളൂ. ഈ ബിസിനസ് നടത്തി തരുന്ന ഈ പെൺകുട്ടികൾ, നിങ്ങൾ ജീവിതം കൊടുത്തു എന്ന് പറഞ്ഞ കുറച്ച് പെൺകുട്ടികളുണ്ടല്ലോ, അവരെ പറ്റി നിങ്ങൾ ചിന്തിച്ചില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ നിങ്ങൾ സ്ഥാപനം പൂട്ടിയതോ നിങ്ങളുടെ ഓഫീസ് പൂട്ടിയതോ ഒന്നും ആരുടെയും തലയിൽ കൊണ്ട് വെക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്, അതിനാണ് നിങ്ങളിപ്പോൾ ഓഫീസ് പൂട്ടേണ്ടതും വന്നിട്ടുള്ളത്. അല്ലാതെ ഒരാൾ വീഡിയോ ചെയ്തുകൊണ്ടോ 10 പേര് വീഡിയോ ചെയ്തിട്ടുണ്ടോ നമ്മൾ ജെന്യൂൻ ആയിട്ട് ചെയ്തിട്ടുള്ള കാര്യം സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ ഭാഗത്ത് തീർച്ചയായിട്ടും എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പം പറയും, അപ്പൊ നിങ്ങൾ പറഞ്ഞ കണക്ക് ബിസിനസ് നിങ്ങൾ തന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് കൂടെ പറയുന്നുണ്ട് തെറ്റ് എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, തെറ്റ് പറ്റി എന്നങ്ങ് സമ്മതിച്ചേക്കുക, എന്നിട്ട് അതിന്റെ സൊല്യൂഷൻ കാണുക. പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ ദയവ് ചെയ്ത് ഇതിന്റെ പ്രൊമോഷൻ വർക്കിന് വേണ്ടി പൈസ കൊടുത്തിട്ട് ഇനിയും ഈ അടിയിൽ കൂടെയുള്ള ഫോൺ വിളികളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാ ഫോൺ കോൾസും ലീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും ഒരു വിലയും എവിടെയും പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ഏതറ്റം വരെയും നിങ്ങൾ പോകും എന്ന് പറയുന്നിടത്ത് നിങ്ങൾ എത്ര ഇനി പൈസ കൊടുത്ത് ഈ കേസ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വിജയിപ്പിച്ചാലും അരിയാഹാരം കഴിക്കുന്ന ഒരുവിധം എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട് ഇതിന്റെ ഒരു കിടപ്പോഷം. അപ്പൊ പിന്നെ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചേച്ചി. അപ്പൊ ഇനി എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇതെങ്ങനെ മുന്നോട്ട് പോകുന്നൊന്നും അറിയില്ല. എങ്കിലും ആ പെൺകുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് അവരുടെ സാധനങ്ങൾ തിരിച്ചു കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.